എല്ലാത്തിലും സമരം എന്നൊരു രീതി ഞങ്ങൾക്കില്ല എന്ന് സതീശൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം പറയുന്നു സർക്കാർ എന്നത് തുടർച്ചയാണ്. ആ തുടർച്ചയാവുമ്പോൾ മുൻ സർക്കാരുകൾ കൊണ്ടുവരുന്ന വികസന പദ്ധതികളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പറഞ്ഞത്. വികസന പദ്ധതികൾ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നുള്ളതല്ല, പലതും തുടരുക തന്നെയാണ്. എന്നാൽ കറക്ഷൻ വരുത്തേണ്ടതിൽ ആ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞത്. അതായത് വേറൊരു പദ്ധതിയുമില്ലാതെ വന്നു എന്നതിന് അതിനർത്ഥമില്ല. കാരണം മാറ്റം എന്നൊരു വാഗ്ദാനമാണ് സതീശൻ മുന്നോട്ട് വെച്ചത്. ആ മാറ്റത്തിനാണ് ഈ വോട്ട് ലഭിച്ചത് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ മാറ്റം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തിന് കൃത്യമായ രൂപരേഖയുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരിക എന്നത് തന്നെയാണ്, അധികാരം കിട്ടിയാൽ അത് ചെയ്യാനുള്ളത് തന്നെയാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹവും അദ്ദേഹം മുന്നിൽ വെച്ചിരിക്കുന്ന കാര്യവും. അപ്പോൾ അതിന് ഒരു 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 നല്ല ടീം തന്നെ, മന്ത്രിമാരുടെ ഒരു നല്ല ടീം തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണെന്ന് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ LDF ആകട്ടെ പഴയ നേതൃത്വത്തിൽ തന്നെ വിശ്വാസം അർപ്പിക്കുന്നു. UDFിൻ്റെ കാര്യത്തിൽ ഒരു അടുത്ത തലമുറ എന്ന രൂപത്തിൽ ആ മാറ്റം വരികയാണ്. അതായത് സ്വാതന്ത്ര്യാനന്തരം ജനിക്കുന്ന ആദ്യത്തെ ഒരു മുഖ്യമന്ത്രി എന്ന രൂപത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു 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 ജനവികാരത്തിൽ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നുള്ളത് നടാടെ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ ഒരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് നമ്മൾ 11 ദിവസം നീണ്ട ചർച്ചകളിലൂടെ നമ്മൾ പറഞ്ഞ കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഭരണശൈലി അത് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്.